നമുക്കൊപ്പം ഖത്തറിൽ നിന്ന് നിജാസ് എന്ന നമ്മുടെ സുഹൃത്തുണ്ട്, മലയാളിയാണ്. നിജാസ്, എന്താണ് അവിടുത്തെ സ്ഥിതി ഇപ്പോൾ? നമസ്കാരം. കുവൈറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ ഒരു ആശങ്ക ഉണ്ടാക്കുന്ന വാർത്തകളൊന്നും ഈ കഴിഞ്ഞ മണിക്കൂറുകൾ നമുക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇന്നലെ വൈകുന്നേരം കുവൈറ്റ് എയർപോർട്ടിൽ ഒരു ഡ്രോൺ അപകടം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിലൊരു 5ഓളം ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ട് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം തന്നെ സ്ഥിരീകരിച്ച റിപ്പോർട്ടിൽ 12 ആളുകളാണ് ഇപ്പൊ നിലവിൽ പരിക്കേറ്റിട്ട് വിവിധ ആശുപത്രികളിൽ കഴിയുന്നത്. അതുപോലെ തന്നെ സുരക്ഷാ മാനദണ്ഡത്തിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് രാത്രിയിൽ തറാവീഹ് നമസ്കാരം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോ അശ്വതി കുറച്ച് നേരത്തെ പറഞ്ഞ അനുസരിച്ചിട്ടുള്ള രീതിയിൽ ട്രഷറി അവരുടെ തീരുമാനപ്രകാരം ഗൾഫിലുള്ള അല്ലെങ്കിൽ അമേരിക്കൻ ക്യാമ്പുകൾ മൊത്തമായിട്ട് ആക്രമിക്കും എന്നുള്ള ഒരു വാർത്ത വരുമ്പോൾ അതവർ സ്ഥിരീകരിക്കപ്പെടുകയാണെങ്കിൽ കുവൈറ്റിനെ പോലെയുള്ള ഭൂമിശാസ്ത്രപരമായിട്ട് വളരെ ചെറിയ നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ 1-2 ജില്ലകളുടെ മാത്രം വ്യാപ്തിയുള്ള കുവൈറ്റിനെ പോലുള്ള രാജ്യങ്ങൾക്ക്, ഖത്തറിനെ പോലുള്ള സ്ഥലങ്ങൾക്ക് അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം അരിഫ്ജാൻ ക്യാമ്പ്, നേരത്തെ പരാമർശിച്ചുള്ള അരിഫ്ജാൻ ക്യാമ്പ് എന്ന് പറയുന്നത് എണ്ണ, അതായത് GCCയിലെ തന്നെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്ന അഹമ്മദീയ പ്രദേശത്ത് തൊട്ടടുത്തുള്ള സ്ഥലമാണ് ഈ അരിഫ്ജാൻ ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അരിഫ്ജാൻ ക്യാമ്പിനൊരു ഡയറക്റ്റ് ഒരു അറ്റാക്കിലേക്ക് പോകുന്ന സമയത്ത് എന്തെങ്കിലും രീതിയിൽ ഒരു ചെറിയ ദിശമാറ്റം മറ്റു വരികയാണെങ്കിൽ അത് ഡയറക്റ്റായിട്ട് റിഫൈനറിയെ ബാധിക്കുകയും അത്തരത്തിലൊരു അപകടം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഏത് രീതിയിലായിരിക്കും കുവൈറ്റിനേക്ക് അത് ബാധിക്കുക എന്നുള്ളത് വലിയ ആശങ്ക തന്നെയാണ്. പക്ഷെ നിലവിലുള്ള സാഹചര്യത്തിൽ ഇവിടുത്തെ ഭരണകൂടം വളരെ കോൺഫിഡന്റ് ആണ് ഇവിടുത്തെ ആളുകൾക്ക് തരുന്നത്. ഗൾഫിൽ ഇപ്പോൾ ഇന്ന് രാവിലെ ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് വന്ന ആ കുറിപ്പ് നമ്മൾ വായിച്ചു. അവിടെയുള്ള ആളുകളും അവരെ സ്വന്തം വീടായി കാണുന്ന മനുഷ്യർക്കുമൊപ്പം ഞങ്ങൾ ഉണ്ടാകും, ഞങ്ങളുടെ മുന്നണി പോരാളികൾ ഉണ്ടാകുമെന്നായിരുന്നു ആ എഴുത്തിലുണ്ടായിരുന്നത്. വലിയ ആശ്വാസവും നൽകുന്ന ഒരു പ്രതികരണമായിരുന്നു അത്. നിങ്ങൾക്ക് അവിടെയുള്ള ആളുകൾക്ക് ഭരണകൂടം നൽകുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? അത് തന്നെയായിരുന്നു ഞാൻ പറയാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. ഗൾഫ് രാജ്യങ്ങളുടെ ഒരു പ്രത്യേക വിശേഷ കുവൈറ്റിനൊക്കെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും രീതിയിലൊരു ക്രൈസിസ് ഉണ്ടാവുന്ന സമയത്ത് ഇവിടുത്തെ ഭരണകൂടം സ്വദേശികളെന്നോ വിദേശികളോ എന്നുള്ള വേർതിരിവില്ലാതെ എല്ലാവരെയും സ്വന്തം പൗരന്മാരായി കാണുന്ന രീതിയാണ് നമ്മൾ കഴിഞ്ഞ കാലങ്ങളെ കണ്ടത്. ഇപ്പോൾ 90s ഗൾഫ് വാറിലാണെങ്കിലും അതുപോലെ തന്നെ റീസെന്റ് നമുക്ക് കൊറോണ ക്രൈസിസ് ഉണ്ടായ സമയത്ത് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ കൊറോണ ക്രൈസിസ് സമയത്ത് ഗവൺമെന്റ് തലത്തിലല്ലാതെ തന്നെ വ്യക്തിപരമായിട്ട് തന്നെ ബിൽഡിംഗ് ഓണേഴ്സൊക്കെ എന്ന് പറഞ്ഞാൽ വാടക പോലും 5-6 മാസം വാടക പോലും മേടിക്കാതെ ആളുകളെ താമസിപ്പിക്കുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള നമുക്കുള്ള മുൻകാലങ്ങളിലെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഏതൊരു ക്രൈസിസ് വരികയാണെങ്കിലും ഇവിടെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടില്ലാതെ വിദേശികൾക്ക്, പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് കഴിയാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ എംബസിയുടെ ഭാഗത്ത് നിന്നും വളരെ നല്ല രീതിയിലുള്ള പിന്തുണ ഇവിടെയുള്ള ആളുകൾക്കുണ്ട്. അത്തരത്തിലുള്ള വലിയൊരു ഭയപ്പാടിന്റെ ഒരു കാര്യം ഉണ്ടാവുന്നു എന്നുള്ള ഒരു പ്രതീക്ഷ ഇല്ലാതെ തന്നെയാണ് ഇവിടെയുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ കഴിഞ്ഞു കൂടുന്നത് എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. പിന്നീട് ഇനി വരും മണിക്കൂറുകൾ നമുക്കറിയാൻ പറ്റും. പ്രത്യേകിച്ച് ഇറാന്റെ പരമോന്നത നേതാവ് പോലും കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്ന സമയത്ത് ഇനി ഏത് രീതിയിലാണ് ഇറാന്റെ ആക്രമണത്തിന്റെ രീതികൾ പോകുന്നത് എന്നുള്ളതൊക്കെ വരും മണിക്കൂറുകൾ മാത്രമാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. സ്കൂളുകളൊക്കെ ഓൺലൈൻ ആക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. വീട്ടിൽ നിന്ന് ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ പലയിടത്തും ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടാനുള്ള ഒരു തിരക്ക് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകൾ ഇന്നു മുതൽ ഓൺലൈനാണ് ക്ലാസ്സുകൾ ഉള്ളത്. അതുപോലെ തന്നെ ഏകദേശം കുവൈറ്റിനൊക്കെ സംബന്ധിച്ചിടത്തോളം വരുന്ന 2-3 വർഷത്തേക്ക് ഒരു ക്രൈസിസ് ഇല്ലാത്ത സാഹചര്യത്തിൽ പോലും 2-3 വർഷത്തേക്കുള്ള ഭക്ഷ്യപദാർത്ഥങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന ഒരു പതിവ് കുവൈറ്റ് പോലുള്ള രാജ്യങ്ങൾക്കുള്ളത്. അതുപോലെ തന്നെ ഇന്നലെ ഈ വാർത്ത വന്ന ഉടനെ തന്നെ ആളുകൾ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകളിലും ബക്കാലകൾക്കും വലിയ രീതിയിലുള്ള തിരക്കായിരുന്നു. ആ സമയം തന്നെ കൃത്യമായിട്ട് നിർദ്ദേശമുണ്ട്, ആരും പാനിക് ആവേണ്ട ആവശ്യങ്ങളില്ല. ഭക്ഷണ പദാർത്ഥങ്ങൾ വളരെ നമുക്ക് 2 വർഷത്തേക്ക് അല്ലെങ്കിൽ 3 വർഷത്തേക്കുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുടെ നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ള മുന്നറിയിപ്പുകളും അതുപോലെ തന്നെ ജാഗ്രതാ കുറിപ്പുകളും നമുക്ക് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇപ്പൊ കൊച്ചുകുട്ടികളും ഒക്കെ ഉള്ള ആളുകൾ എന്താ പറയുക, അവരുടെ ഒരു ഫാമിലിയുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് ആളുകൾ ഓടുന്നതാണ്. ആരെയും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ നിലവിലുള്ള സാഹചര്യത്തിൽ യാതൊരു പ്രതിസന്ധികളും കുവൈറ്റിലില്ല എന്നുള്ളതിനാണ് ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതുപോലെ തന്നെ വർക്ക് അറ്റ് ഹോം എന്നുള്ള ഒരു സിസ്റ്റത്തിലേക്കും പോകാനുള്ള സാധ്യതകളുള്ളതായിട്ടാണ് റിപ്പോർട്ടുള്ളത്. അതും ഇന്ന് ഉച്ചയോടുകൂടി നമുക്ക് അറിയാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ കമ്പനികളൊക്കെ ഇപ്പോൾ പ്രൈവറ്റ് കമ്പനികളൊക്കെ തന്നെ പ്രത്യേക ഒരു ERT ഗ്രൂപ്പുകൾ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഏതൊരു അടിയന്തര സാഹചര്യം വന്നു കഴിഞ്ഞാലും അതിനെ
നേരിടാൻ അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആരോഗ്യ മന്ത്രാലയത്തിൽ അത്യാവശ്യമല്ലാത്ത ശസ്ത്രക്രിയകളെല്ലാം മാറ്റിവെച്ചിട്ടുണ്ട്. ഇതൊരു മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അവധിയിലുണ്ടായിരുന്ന ആരോഗ്യ പ്രവർത്തകർ എല്ലാവരെയും തിരിച്ചു വിളിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മെഡിക്കൽ ലീവിലോ അല്ലെങ്കിൽ ഷോർട്ട് ലീവിലൊക്കെ ഉണ്ടായിരുന്ന എല്ലാവരെയും തിരിച്ചു വിളിച്ചിട്ടുണ്ട്. കുവൈറ്റിനെ സമയം വളരെ ഒരു ശക്തമായ രീതിയിലുള്ള ഒരു മുന്നൊരുക്കത്തോടു കൂടി കുവൈറ്റ് മനസ്സിലായത് ആദ്യത്തെ പ്രതികരണത്തിൽ പോലുമുണ്ട്. നേരത്തെ താങ്കൾ പറഞ്ഞതാണ് ഏറ്റവും അനുയോജ്യമായ വാചകം. സ്വദേശി എന്നോ വിദേശി എന്നുള്ള വ്യത്യാസം ഈ സമയത്ത് അവർ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. എല്ലാവരെയും ഒരുപോലെ മുൻകരുതലെടുത്ത് എല്ലാവരെയും സംരക്ഷിക്കുക, ചേർത്ത് പിടിക്കുക. വളരെയധികം നന്ദി നിതീഷ്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന്. സേഫ് ആയിട്ടിരിക്കുക.